അങ്ങനെ കമ്മട്ടിപ്പാടം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഇറങ്ങി വരുമ്പോൾ ഗീത ചേച്ചി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. ക്രൂ എല്ലാവരും കാണുന്നു, നമ്മൾ എന്താ പറയുക, സന്തോഷം പങ്കുവയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. ദിവ്യ ഉണ്ടായിരുന്നു, വിഷ്ണു, അങ്ങനെ നമ്മൾ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നേരെ പോകുന്നത് നമ്മളുടെ ഗസ്റ്റ് ഹൗസിലാണ്. ഗസ്റ്റ് ഹൗസ് ഈ രാജീവേട്ടൻ്റെ ഓഫീസ്, കടവന്ത്ര ഫയർ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അവിടെ പോയി അവിടെ സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നു, ഓരോ കാര്യങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫോൺ കോളുകൾ വരാൻ തുടങ്ങി. രാവിലത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തറിയാവുന്ന ആളുകൾ മാത്രമേ വിളിക്കുന്നുള്ളൂ. എടാ സിനിമ കണ്ടു, അത് ഇത്. അപ്പോൾ ഇങ്ങനെ സന്തോഷത്തിലാണ്. പതുക്കെ നമ്മൾ ഭൂമിയിലല്ലാതെ എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവിടെ കൂടലും ആഘോഷമൊക്കെ ആയി. രാത്രി അവിടെ പാർട്ടി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് വൈകുന്നേരം, രാവിലെ മുതൽ തുടങ്ങി, വൈകുന്നേരം പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് കാറിൽ, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കാറിൽ സെൻട്രൽ തിയേറ്ററിൽ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ കൂട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ കയറ്റി അവിടെ ഒരു പോസ്റ്ററൊക്കെ വെച്ച് ഒരാഘോഷം വേണമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ കടവന്ത്രയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, തൃപ്പൂണിത്തുറയ്ക്ക് വരികയാണ്. വരുന്ന വഴിക്ക് മൊത്തം പുക, ശ്വാസം മുട്ട് എല്ലാവർക്കും. അമ്പലമുകളിലെ പുക തുറന്നു വിട്ട ഒരു സമയമായിരുന്നു. അവിടെ നിന്ന് അപ്പോൾ ഒരു പേടി, ഇനി ഇത് വലിയ സീനാവുമോ, നമ്മുടെ സിനിമ ഇറങ്ങിയ സമയത്ത് ഇങ്ങനൊരു അപകടം ഉണ്ടായി, ലാസ്റ്റ് സിനിമയ്ക്ക് ബാധിക്കുമോ എന്നൊക്കെ ഉള്ള ആദികളൊക്കെ വന്നു തുടങ്ങി. സിനിമ എങ്ങാനും നിർത്തി വയ്ക്കേണ്ട വരുമോ? പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നേരെ നമ്മൾ തിയേറ്ററിലേക്ക് ചെന്നു. അവിടെ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി. സെൻട്രൽ തിയേറ്റർ എൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്, അത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ സിനിമ പഠിച്ച, എൻ്റെ സിനിമ പഠനത്തിൽ നമ്മൾ ചെന്നൈയിലെ സംഗീത സ്റ്റുഡിയോ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ഥാപനമാണ് സെൻട്രൽ തിയേറ്റർ. തൃപ്പൂണിത്തുറ സെൻട്രൽ തിയേറ്ററിൽ അവർക്ക് തന്നെ ജയമാരുതി എന്ന് പറയുന്നൊരു തിയേറ്ററും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ശ്രീകല വേറെ ഓണറാണ്. ഇങ്ങനെ 3 തിയേറ്ററാണ് എൻ്റെ കാലഘട്ടത്തിൽ തൃപ്പൂണിത്തുറയിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ തിയേറ്ററിൽ ബന്ധമെന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അവിടെ ഡോറിൽ ടിക്കറ്റ് കീറാൻ നിൽക്കുകയോ, അല്ലെങ്കിൽ ഇവരെ അവിടെ ശശിയേട്ടൻ്റെ കടയുണ്ട്. ശശിയേട്ടനാണ് അവിടുത്തെ ക്യാൻറ്റീൻ, ചെറിയൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇടയ്ക്ക് തിരക്ക് വരുമ്പോൾ സോഡ പൊട്ടിച്ച് കൊടുക്കാനും അതിനൊക്കെ നിൽക്കുക. അപ്പോൾ നമുക്ക് ഈ സിനിമ ഫ്രീ ആയിട്ട് കാണാനുള്ളൊരു സംവിധാനം ഉണ്ടാവും. അതിന് മുമ്പ് ചെയ്തിരുന്നത്, ഞങ്ങൾ 3-4 പേര്, ഞാൻ, ജസ്റ്റിൻ ചേട്ടൻ, ജിജോ, ചന്തു, വാവ, ഞങ്ങളുടെ ഒരു ഗ്യാങ് പോകുമ്പോൾ ഒരുപാട് പേരുണ്ടാവുമെങ്കിൽ പൈസ കുറവാണെങ്കിൽ ആ കീറാൻ നിൽക്കുന്ന ചേട്ടന് പേഴ്സണലി കുറച്ച് പൈസ, ഒരു 10-20 രൂപ പുള്ളിക്ക് ചായ കൈ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഫ്രീ ആയിട്ട് 1-2 പേരെ കയറ്റി വിടും. അപ്പോൾ ഫ്രണ്ടിൽ പോയി ഇരിക്കാം. ചെറിയ മൂട്ടയൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷേ ഇന്ന് തൃപ്പൂണിത്തുറയിലെ ഗംഭീര തിയേറ്ററാണ്. 2 തിയേറ്ററാണ് ഇപ്പോൾ ഉള്ളത്, ന്യൂ സെൻറ്ററും പഴയ സെൻട്രൽ തിയേറ്ററും. അപ്പോൾ അങ്ങനെ സെൻട്രൽ തിയേറ്ററിൽ എൻ്റെ പടം, ഞാൻ പണി പഠിച്ച അല്ലെങ്കിൽ സിനിമ കണ്ട, ഞാൻ ടിക്കറ്റ് കീറാൻ നിന്നിട്ടുള്ള, പൈസ ഇല്ലാതെ തറയിലിരുന്ന് സിനിമ കണ്ടിട്ടുള്ള തിയേറ്ററിൽ സ്ക്രീനിൽ ഞാൻ വരുന്നു. അത് കാണാൻ ഞാൻ കയറുകയാണ്. പൈസ ഏറ്റവും ബാക്കിലെ ഡോറിൽ കൂടി ഞാൻ പൈസ കൊടുക്കാതെ ഒരു ഗസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ കയറി അവിടെ ഒരു സീറ്റിലിരിക്കുന്നു. അപ്പോൾ ഏകദേശം പടം കഴിയാറായി. കഴിഞ്ഞ ആളുകൾ വരുമ്പോൾ ആദ്യം എൻ്റെ കൂട്ടുകാർ തന്നെ, അതൊക്കെ നേരത്തെ ഞാൻ ചിലപ്പോൾ ആളുകൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നറിയില്ല, അപ്പം നിങ്ങളൊന്ന് പുഷ്പിച്ചേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടായി ചേട്ടൻ, കുമാരേട്ടൻ, സുനിച്ചേട്ടൻ, പിന്നെ കുട്ടമ്മോൻ, എൻ്റെ പനക്കല കൂട്ടുകാർ, രജീഷ്, സനോപ്പൻ, അങ്ങനെ ഒരു കുന്ന് കൂട്ടുകാർ, ഈ ചന്തുവാവ, അവരൊക്കെ, ഇവരെല്ലാവരും കൂടി ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആളുകളെല്ലാവരും ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാത്ത കൂട്ടവും കൂടി അങ്ങനെ ഒരു വലിയ കൂട്ടമായി എന്നെ പൊക്കി. അത് നാട്ടിലൊരു അംഗീകാരം കിട്ടുന്നതിൻ്റെ ആദ്യത്തെ
കന്നി തേങ്ങയായിരുന്നു ആ ഉടച്ചത്. നമ്മുടെ ആ ചീത്തപ്പേര് അത്ര നാളത്തെ പതുക്കെ പതുക്കെ ആളുകൾ വെറുത്തു തുടങ്ങിയതൊക്കെ ഉടച്ച ആദ്യത്തെ തേങ്ങ ഉടച്ചത് സെൻട്രൽ തിയേറ്ററിൻ്റെ നടയിലാണ്. അങ്ങനെ എന്നെ എടുത്ത് തോളത്ത് വെച്ച് അവിടെ ഞാൻ ആദ്യമായിട്ട് ഈ ഡയലോഗ് സ്ക്രീനിൽ പറഞ്ഞ ഡയലോഗ് ഞാൻ പൊതുജനത്തിൻ്റെ മുമ്പിൽ അവിടെ നിന്ന് പറഞ്ഞു. അവിടെ ഭയങ്കര കയ്യടിയും ബഹളവും. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പാതിരാത്രി കയറുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം അമ്മയുടെ അടുത്ത് പങ്കുവെച്ചു. എന്നാലും അങ്ങനെ വലിയ പങ്കുവെക്കലൊന്നുമില്ല. സിനിമ ഇറങ്ങി. അപ്പോൾ അമ്മയ്ക്കും അപ്പോഴും പേടിയാണ്. ഇനിയെങ്കിലും സൂക്ഷിച്ചൊക്കെ ജീവിക്കണം, എല്ലാവരോടും നന്നായിട്ട് പെരുമാറണം, ആരെ ഇങ്ങനെ തെറ്റും തെറിയൊന്നും പറയരുത്. അമ്മ അങ്ങനെ പേടിച്ച് തന്നെയാണ് അപ്പോഴും നിൽക്കണേ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫോണിലേക്ക് വരുന്ന കോളുകൾ എല്ലാം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ആളുകളാണ്. എന്താ പറയുക, MA ബേബി സാറ് വിളിച്ചിരുന്നു. അപ്പോൾ ഹലോ മണികണ്ഠനല്ലേ, ഞാൻ MA ബേബിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റക്കായി പോവുകയാണ്. ഇങ്ങനെ നമ്മളെ തന്നെ പിച്ചി നോക്കുന്ന അവസരം എനിക്ക് ജീവിതത്തിൽ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെയാണോ, ഇത് എന്നെ തന്നെയാണോ എന്ന് തോന്നുന്ന രീതിയിൽ. അങ്ങനെ അദ്ദേഹം വിളിച്ചിട്ട് കുറേ അഭിനന്ദനങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നാദിഷ്ക വിളിച്ചു. അങ്ങനെ കുറേ സിനിമയിലെ പ്രധാനപ്പെട്ട നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വിളിക്കുന്നു. പല എന്നെ അറിയാത്ത പല ആളുകൾ വിളിക്കുന്നു. ഇങ്ങനെ 2-3 ദിവസം അടുപ്പിച്ച്. ഇതിനിടയ്ക്ക് അമ്മയും ചേട്ടത്തിയമ്മ, എൻ്റെ ചേട്ടൻ മുരുകദാസിൻ്റെ വൈഫ് ജയന്തി, അപ്പോൾ ചേട്ടത്തിയമ്മയും ഗണേശനും ഞങ്ങളെല്ലാവരും കൂടി സിനിമയ്ക്ക് ഫാമിലീനെ കൊണ്ടുവന്നു. അപ്പോഴാണ് ഈ മീഡിയയൊക്കെ ആയിട്ട് പതുക്കെ ഓരോ മീഡിയ ചേട്ടന്മാർ കമ്പനിയായി. അപ്പോൾ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന ബിബിൻ ചേട്ടൻ വിളിച്ചു, ഫാമിലിയായിട്ട് സിനിമ കാണാൻ പോകുമ്പോൾ ഒന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2-3 മീഡിയ വന്നിട്ടുണ്ട് സെൻട്രൽ തിയേറ്ററിൽ. അപ്പോൾ അമ്മയായിട്ട് സിനിമ കണ്ട് ഇറങ്ങാൻ നേരത്ത് എനിക്ക് പേടിയുണ്ട്. അമ്മ ഈ പറഞ്ഞ പോലെ നുണ പറയാത്ത ഒരാളാണ്. അമ്മ ഉള്ളത് വളരെ സത്യസന്ധയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ അമ്മ എന്താ പറയാൻ പോകണമെന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ഞാൻ അമ്മയുടെ കയ്യിലിങ്ങനെ പിടിച്ചേക്കാണ്. അപ്പോൾ അമ്മയടുത്ത് ചോദിച്ചു, എന്താണ് അഭിപ്രായം മോൻ്റെ അഭിനയത്തെക്കുറിച്ച്? നല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഒത്തിരി കുറുമ്പനാണ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരുപാട് പറയിച്ച അമ്മ ഇപ്പം തന്നെ എന്നെ തകർത്ത് കളയുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ പിടിച്ചേക്കണ കയ്യിൽ പതുക്കെ ഒന്ന് അമർത്തി. അപ്പോൾ അമ്മ പതുക്കെ നിർത്തി. പേടിയുണ്ട് എന്തെങ്കിലുമൊക്കെ അമ്മ തുറന്ന് പറഞ്ഞാലോ എന്നുള്ള. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് സന്തോഷമായി, ആളുകൾ സ്വീകരിച്ചു എന്നുള്ളത്. പിന്നെ അമ്മയ്ക്ക് ഈ രൂപവും ഈ വീട്ടിൽ കണ്ടിട്ടുള്ളത് ഇത് തന്നെയാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല. അമ്മയ്ക്ക് ഈ ഭക്തി അല്ലെങ്കിൽ ചന്ദനക്കുറിയൊക്കെ തൊട്ട് നല്ല മോൻ എന്ന് പറയുന്ന റോളുകളൊക്കെയാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ ഇത് കണ്ടിട്ട് രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അവൻ്റെ ആഗ്രഹം നടന്നല്ലോ. ഇത്ര നാളും ഇതിനു വേണ്ടിയാണല്ലോ ഈ കൂട്ടിയ ബഹളവും കുടിച്ച കള്ളവും ഒക്കെ. അപ്പോൾ ഇനി അതുണ്ടാവില്ലല്ലോ എന്നുള്ളതായിരുന്നു അമ്മയുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു സന്തോഷം. അങ്ങനെ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഫോൺ കോളുകൾ വരുന്നു, ആളുകൾ സെൽഫി എടുക്കുന്നു. വേറൊരു ജീവിതം. മെയ് മാസം 19 വരെ ചമ്പക്കര മാർക്കറ്റിൽ മീൻ വെട്ടിക്കൊണ്ടിരുന്ന ഞാൻ 20 മുതൽ വേറൊരാളായി മാറുകയാണ്. ഒരു വല്ലാത്തൊരു മാറ്റം തന്നെയായിരുന്നു. എനിക്ക് അത് താങ്ങാൻ പറ്റാതെയായി തുടങ്ങി. ഞാൻ ഷാബുചേട്ടൻ്റെ വീട്ടിൽ രാത്രി, ആ സമയത്ത് ഷാബുചേട്ടൻ കൂടെ ഉണ്ട്. ഓരോ പരിപാടി സ്വീകരണങ്ങൾ വരുന്നു. എഴുപുന്ന ബൈജു ചേട്ടൻ്റെ തിയേറ്ററിൽ ഫസ്റ്റ് സ്വീകരണം. അപ്പോൾ അങ്ങനെ ഓരോ സമിതികൾ വിളിക്കുന്നു, പല ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം അതിനിടയ്ക്ക് ഫോൺ കോളുകൾ എൻ്റെ ഫോണിലും വരും, ഷാബുചേട്ടൻ്റെ ഫോണിലും വരും. 2-3 ഫോണൊക്കെ മാറി വിളിച്ച് സംസാരിച്ച് ലാസ്റ്റ് രാത്രി ഒരു 8:30-9 മണിയായപ്പോൾ ഞാൻ ഷാബുചേട്ടൻ്റെ വീട്ടിൽ, ഷിബിച്ചേട്ടൻ, ചേച്ചി, അവരെ രണ്ടുപേരുടെയും ഭാര്യമാർ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് എനിക്ക് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ കോച്ചിട്ട് സ്ട്രോക്ക് വരില്ല, അതേപോലെ അല്ലെങ്കിൽ തല കറങ്ങുന്ന പോലെ ഇതിങ്ങനെ
കോച്ച് ചെയ്യും പതുക്കെ അങ്ങോട്ട് വീണില്ല, ഇങ്ങനെ ഇരുന്നു. അപ്പോൾ തന്നെ ഇവർ നേരെ ദേവി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ മണിച്ചേട്ടനെ അപ്പോൾ ഓർമ്മ വന്നു. അതായത് മണിച്ചേട്ടൻ അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ തലയിറങ്ങി വീണെന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ പോലെ ഈ സ്റ്റാർഡം അല്ലെങ്കിൽ ഈ ഉയർച്ച പെട്ടെന്ന് താങ്ങാൻ പറ്റാതെ നമുക്ക് ബോഡി റിയാക്ട് ചെയ്താൽ ഒരു കോച്ചിൽ വന്നിട്ട് ഞാനിങ്ങനെ വീൽ ചെയറിൽ പോവുക. അപ്പോൾ പ്രിയരാജ് എന്ന് പറയുന്ന എൻ്റെ ഒരു കസിനാണ്. ബാസബേരിയിൽ ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ആദ്യത്തെ സ്ഥാപനം ബാസബേരിയിലെ പ്രധാന നടനാണ് അദ്ദേഹം. ഇപ്പോൾ മാതൃഭൂമിയിലെ ചീഫാണ്. അപ്പോൾ പ്രിയൻ ചേട്ടൻ്റെ അച്ഛൻ ഗോപിച്ചേട്ടൻ എൻ്റെ ഒരു ഗുരുസ്ഥാനി തന്നെയാണ്, മേക്കപ്പ് മാനാണ്. ഈ മുരളിച്ചേട്ടൻ എൻ്റെ ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞപ്പോൾ ഷഡ മുരളി എന്ന് പറയുന്ന ഒരു മുരളിച്ചേട്ടനുണ്ട്. മുരളിച്ചേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, മകനെ പോലെയാണ്. മുരളിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് കാണണം എന്ന് പറഞ്ഞ 2 പേരുകളിൽ ഒന്ന് എൻ്റെയാണ്. മുരളിച്ചേട്ടൻ അവസാനമായിട്ട് ഒരു സിനിമ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടാണ്. അതും ഒരു ചെറിയൊരു കുറ്റബോധമുണ്ട്. മുരളിച്ചേട്ടനെ പോലുള്ള ആളുകളെയൊന്നും ആർക്കും, ഞാൻ സിനിമയിൽ കയറിയിട്ട് വേറൊരാൾക്കും അവസരം കൊടുക്കാൻ അത്ര ആയില്ല. ഇനിയും സമയമുണ്ടല്ലോ, ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ മുരളിച്ചേട്ടൻ എന്താ പറയുക, കാണണമെന്ന് പറഞ്ഞ 2 പേരിൽ ഒരാൾ മണികണ്ഠനാണ്, ഒരാൾ ടീച്ചർ ബാബു. ഈ 2 പേരെ കാണണമെന്ന് വിദ്യയെടുത്ത് ജീവനോടും പിന്നെ ബിന്ദു ചേച്ചിയെടുത്തൊക്കെ പറഞ്ഞു. അവരുടെ മക്കളാണ്. എന്നെ ഞാൻ കാണാൻ പോയി, ഒരു മുണ്ട് കൊടുത്തു. അതിന് മുമ്പ് മുരളിച്ചേട്ടന് അങ്ങനൊരു ദക്ഷിണയോ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് ഒരു ഓണ സമയമായിരുന്നു. അപ്പോൾ ഓണക്കോടി എന്നുള്ള നിലയിൽ കൊണ്ടുപോയതാണ്, കൊടുത്തു. മുരളിച്ചേട്ടൻ സുഖമില്ലാതെ ഇരിക്കുകയാണ്. പക്ഷെ അങ്ങനെ കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു, കൊണ്ടേ കൊടുത്തു. പക്ഷേ ആ മുണ്ട് ഉടുത്തത് മുരളിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ്. ആ മുണ്ടാണ് അവർ പുതപ്പിച്ചത്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ മുരളിച്ചേട്ടനുമായിട്ട് ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് ഈ ഗോപിച്ചേട്ടൻ. അപ്പോൾ ഗോപിച്ചേട്ടനെ ദേവിയിൽ വെച്ച് കണ്ടു. കണ്ടപ്പോൾ എന്താടാ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒന്ന് കുഴഞ്ഞു വീണാന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ അവർ വന്ന് തട്ടി, അതൊന്ന് പ്രഷർ ഇതായതാണ്, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഗ്ലൂക്കോസൊക്കെ കയറ്റി ട്രിപ്പ് കയറ്റി സെറ്റായി. അവിടെ നിന്ന് ഇറങ്ങി. കുറേ സംവിധായകർ വിളിച്ചു, പുതിയ സംവിധായകർ വിളിച്ചു, കഥകൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയാണ്, ഇതെങ്ങനെ എടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എനിക്ക് ഒരു ഐഡിയ ഇല്ല. രാജീവേട്ടനാണെങ്കിൽ അങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ രാജീവേട്ടന് താല്പര്യമില്ല. രാജീവേട്ടൻ അവിടെ ഗസ്റ്റ് ഹൗസിൽ നിന്നോളാം, നീ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്ക്. എനിക്കിത് കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിന്ന് പടം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം എന്നെ രാജീവേട്ടൻ ഫ്ലാറ്റിലേക്ക് വിളിച്ചു. ഗീത ചേച്ചി എനിക്ക് ഒരു 10,000 രൂപ കയ്യിൽ തന്നു. കാരണം ഞാൻ രാജീവേട്ടനെ വിളിച്ച് ഫോണിൽ കരഞ്ഞു. എന്താ പറയുക, സന്തോഷം കൊണ്ട്. പക്ഷേ മുമ്പോട്ട് പോകാൻ ഓരോ പരിപാടിക്ക് അവിടെ ഇവിടെയൊക്കെ വിളിക്കേണ്ട, പക്ഷേ കയ്യിൽ പൈസയില്ല, നല്ല വേഷവുമില്ല, ഒന്നുമില്ല. അപ്പോൾ രാജീവേട്ടനെ അറിയാം നമുക്ക് ബേസ്മെൻറ്റ് ഒന്നുമില്ല എന്നുള്ളത്. മണി ഒരു കാര്യം ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് പൈസ എടുത്തു തന്നു. ഒരു 10,000 രൂപ തന്നിട്ട് നീ തൽക്കാലം ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പൈസയ്ക്കാണ് അന്ന് കുറച്ച് വസ്ത്രമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഈ നാട്ടുകാരോടുള്ള നന്ദി പറഞ്ഞാൽ തീരാത്തതാണല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് പറയണം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്. അത് തൃപ്പൂണിത്തുറ ആശുപത്രിപ്പടിയിൽ ബാബുച്ചേട്ടൻ്റെ ചായക്കടയുടെ മേളിൽ പാർട്ടി ഓഫീസുണ്ട്. പാർട്ടി ഓഫീസിൻ്റെ സൈഡിലായിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട്, അലക്സ് ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ പോയിട്ട്. അപ്പോൾ ഒരു പച്ച ഷർട്ടാണ് ഇട്ടിരിക്കണത്. സന്ധ്യയ്ക്ക് വേർത്ത് കുളിച്ച് പോയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്, സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അലക്സേട്ടാ എനിക്കൊരു നന്ദി പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യണം, ഫേസ്ബുക്കിൽ ഇടാനാണ്, ഒന്ന് ഷൂട്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. ആ ചെയ്യാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തു. അതുവരെ ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞ കമ്മട്ടിപ്പാടം ബാലനപ്പം കത്തിക്കയറി.
കത്തിക്കയറി ട്രോളുകളായി തുടങ്ങി. ഫേസ്ബുക്കിൽ അന്ന് ഇൻസ്റ്റാഗ്രാമില്ല, ഫേസ്ബുക്കിൽ അന്വേഷണമാണ്, ഇയാൾ ആരാണ്, ഇയാൾ എവിടെയാണ്, ഈ ഈ ഈ സാധനത്തിനെ ഒന്ന് കാണാൻ പറ്റുമോ. പിന്നെ പല പല വലിയ വലിയ നടന്മാരായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നു. എനിക്ക് തോന്നുന്ന സീമ ഓഡിറ്റോറിയത്തിൽ സംഘം എന്ന് പറയുന്നൊരു സംഘടന ഒരു സ്വീകരണം വെച്ചു. സത്യപാലൻ ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ വിജയകുമാറേട്ടനല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടർ വിജയകുമാറേട്ടൻ, കാസ്റ്റിംഗ് ഡയറക്ടർ കമ്മട്ടിപ്പാടത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അച്ഛനാണ്. അതല്ലാതെ ഞങ്ങളെ ചെറുപ്പം പോലെ അറിയാവുന്ന എൻ്റെ അമ്മയും അമ്മയുടെ ഫാമിലിയൊക്കെ അറിയാവുന്ന ഒരാളാണ്. എന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ചിത്രകാരനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ സത്യപാലൻ ചേട്ടൻ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അന്ന് വിനായകൻ ചേട്ടനുണ്ട്, രാജീവേട്ടൻ സ്ഥലത്തില്ല. രാജീവേട്ടൻ്റെ അച്ഛൻ രവിചേട്ടനാണ് രാജീവേട്ടനുള്ള ട്രോഫി വാങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കമ്മട്ടിപ്പാടത്തിൻ്റെ ഒരു മൊമെൻറ്റോ വാങ്ങുന്നത് സീമ ഓഡിറ്റോറിയത്തിൽ നിന്നാണ്. ഈ സീമ ഓഡിറ്റോറിയവും ഞാനുമായിട്ട് ഒരു ബന്ധമുള്ളത്, അതായത് ഞാൻ ആദ്യമായിട്ട് ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഒറ്റയ്ക്കല്ലാതെ ചേട്ടനുമായിട്ടാണ്. ശിവദാസുമായിട്ട് ഒരു ഓണക്കാലത്ത് ചതയ സമയത്ത് അവിടെ SNDP സമുദായത്തിൻ്റെ ആഘോഷം നടക്കുമ്പോൾ ഞങ്ങൾ മത്സരത്തിന് കയറി. അപ്പോൾ ഞാൻ മറ്റേ വിശ്വാമിത്ര മുനിയായിട്ട് കണ്ണടച്ചിങ്ങനെ ഇരിക്കും. എൻ്റെ ചേട്ടൻ ഡാൻസറാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ രംഭ, തിലോത്തമ അവരൊക്കെ വന്ന് ഡാൻസ് കളിച്ചിട്ട് ഇയാൾ അനങ്ങുന്നില്ല. അപ്പോൾ ഈ ഷർട്ടങ്ങ് മേളിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് സിൽക്ക് സ്മിതയെ പോലെ കണ്ണ് തുറക്കണം സാമി എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി ഭയങ്കര കയ്യടിയായിരുന്നു. പക്ഷേ പെർഫോമൻസ് മുഴുവനും ചേട്ടനാണ്. എൻ്റെ കണ്ണടച്ചിങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇത് തുടങ്ങുമ്പോൾ പതുക്കെ ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എണീറ്റ് പുള്ളിയുടെ സിൽക്ക് സ്മിതയുടെ കൂടെ ഡാൻസ് കളിച്ച് പോകുന്നു. ഇത് കഴിഞ്ഞ് MLA ബാബുചേട്ടനാണ് അന്ന് സമ്മാനം കൊടുക്കുന്നത്. സുന്ദരൻ ചേട്ടനുണ്ട്, CN സുന്ദരനുണ്ട്. അപ്പോൾ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചേട്ടൻ ഒറ്റയ്ക്ക് കയറി അത് വാങ്ങിച്ചു. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ശിവൻ ഇത് ട്രോഫി വാങ്ങിച്ചു. അതിന് അവനെ അവിടെ ഇട്ട് ആച്ചാലും പിച്ചാലും അവിടെ ഇട്ട് ഓടിച്ചിട്ട് ഇടിയായിരുന്നു. എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. കാരച്ചിലും പിഴിച്ചലും അവനെ ഇടിച്ച് ആ സന്തോഷം അങ്ങ് കളഞ്ഞു. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ എന്താ പറയുക, ഓരോ കാര്യം കണക്ട് ചെയ്ത് പിന്നെയും വരുന്നുണ്ട്. സീമ ഓഡിറ്റോറിയം അങ്ങനെ എന്നെ ആദ്യമായിട്ട് ഞാൻ കയറിയ വേദിയിൽ വെച്ചിട്ടാണ് എനിക്ക് ഒരു വലിയ പെർഫോമൻസിൻ്റെ ആദ്യത്തെ മൊമെൻറ്റോ കിട്ടുന്നത്. അത് സത്യപാലൻ ചേട്ടനൊക്കെ കോർഡിനേറ്റ് ചെയ്ത ഈ പരിപാടിയിൽ ഒരു കാളയാണ്. അതിന്നും വീട്ടിൽ സൂക്ഷിക്കുന്നത്. അത് നല്ല മൂല്യമുള്ളൊരു പ്രൈസായിരുന്നു. നമ്മൾ സാധാരണ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ഷീൽഡ് അടിച്ച് ഫോട്ടോ ഒട്ടിച്ച് തരുന്ന നമ്മൾ ഒരു എളുപ്പപ്പണികളുണ്ട്. അത് തെറ്റല്ല, ഓരോരുത്തരുടെ സാഹചര്യമാണ്. പക്ഷേ ഇത് ഒരുപാട് ഇരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പറയപ്പെടണം എന്ന് തീരുമാനിച്ച് ഉണ്ടാക്കിയ ഒരു മൊമെൻ്റായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മൊമെൻ്റാണ്, ഒരു സമ്മാനമാണ്. അപ്പോൾ അന്ന് രവിചേട്ടനുണ്ടായിരുന്നു. രാജീവേട്ടൻ്റെ സമ്മാനം രവിചേട്ടനാണ് വാങ്ങിയത്. വിനായകൻ ചേട്ടനുണ്ടായിരുന്നു. വിനായകൻ ചേട്ടൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വിനായകൻ ചേട്ടനെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ വിനായകൻ ചേട്ടൻ്റെ ഭയങ്കര ഫാൻസാണ്, സ്വന്തക്കാരൊക്കെ ഉണ്ട്. അവിടെ MA ബേബി സാറ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഓരോ കമ്മട്ടിപ്പാടത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഈ ബാലൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കണ്ടപ്പോൾ മുഹമ്മദ് അലിയുമായിട്ടാണ് എനിക്ക് തോന്നിയത്. മുഹമ്മദ് അലിയുടെ ഒരു ആറ്റിറ്റ്യൂഡായിട്ടാണ് തോന്നിയത്. എൻ്റെ റെഫറൻസിൽ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാനപ്പോൾ. അദ്ദേഹത്തെ അങ്ങനെ പഠിച്ചിട്ടുമില്ല. ഞാൻ പിന്നീട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മുഹമ്മദ് അലി ആരാണെന്നുള്ളതൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്നെ ചേർത്ത് കണക്ട് ചെയ്ത് പറയുന്നതിൽ ഞാൻ സന്തോഷിച്ച ചില പേരുകളാണ് പറയുന്നത്. മുഹമ്മദ് അലി, കാരണം മുഹമ്മദ് അലി ഫൈറ്റ് ചെയ്യുമ്പോൾ സംസാരിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യും. അവരെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ പറയും, വാടാ മറ്റതാ മറിച്ചതെന്നൊക്കെ പറഞ്ഞ് അത് ഈ ബാലൻ്റെ സ്വഭാവത്തിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് അദ്ദേഹം സംസാരിച്ചിരുന്നു. പിന്നെ ഫേസ്ബുക്കിൽ
പോസ്റ്റുകളിൽ നവാസുദ്ദീൻ സിദ്ദിഖി, കേരളത്തിൻ്റെ നവാസുദ്ദീൻ സിദ്ദിഖി, അത് എൻ്റെ റെഫറൻസിലുള്ള ഒരു നടനായിരുന്നു. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത സിനിമ, അതിൻ്റെ ഒരു രാജീവേട്ടനാണ് അതിൻ്റെ ക്യാമറ. അപ്പോൾ അതിൽ നവാസുദ്ദീൻ സിദ്ദിഖി ഒരു സീനിൽ നവാസുദ്ദീൻ സിദ്ദിഖിയുടെ ചേട്ടൻ മരണപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം എവിടെ നിന്നോ ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ കയ്യിൽ പുകയിട്ടിട്ട് ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ വരുന്ന ഒരു സാധനമുണ്ട്. ആ നടപ്പ് ഞാൻ ഒന്ന് അതെനിക്ക് അയച്ചു തരുന്നത് മിഥുനാണ്. മിഥുനും പ്രജിത്തും എൻ്റെ ഈ സിനിമാ ചർച്ചകളിലൊക്കെ ഉള്ള കൂട്ടുകാരാണ്. ഉണ്ണിച്ചേട്ടൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്, നാടകക്കാരാണ്. അപ്പം മിഥുനും പ്രജിത്തുമാണ്. വെല്യമ്പലത്തിലെ ഉത്സവത്തിന് വെച്ച് കണ്ടപ്പോഴാണ് പറഞ്ഞത്, ചേട്ടാ നവാസുദ്ദീൻ സിദ്ദിഖി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അയാളുടെ ഒരു പടം, ഇന്ന പടം ഞാൻ ഇത് ഇട്ട് തരാം, ചേട്ടൻ അത് കണ്ടിട്ട് അത് ഒരു റെഫറൻസായിട്ട് വെച്ചോന്ന് പറഞ്ഞു. അപ്പോൾ നവാസുദ്ദീൻ സിദ്ദിഖി, മലയാളത്തിൻ്റെ നവാസുദ്ദീൻ സിദ്ദിഖി എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് കണ്ടു. അതൊക്കെ എന്നെ അങ്ങോട്ട് ത്രസിപ്പിച്ചു. എന്താ പറയുക, ഞാൻ പതുക്കെ സിനിമാക്കാരനാവാൻ തുടങ്ങി. എന്താ പറയുക, എനിക്ക് പൈസ വരുന്നത് അതേപോലെ കൂടി വന്നാൽ എൻ്റെ മാക്സിമം സാലറി എന്ന് പറയുന്നത് 1000 രൂപയാണ്. 1000 രൂപയിൽ കൂടുതൽ സിനിമ വന്നില്ലായിരുന്നെങ്കിൽ, ഈ കമ്മട്ടിപ്പടം വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് 1000-ന് മേലെ കിട്ടാനുള്ള ഒരു ക്വാളിഫിക്കേഷനും ഒരു ജോലിയും ഞാൻ പഠിച്ചിട്ടില്ല, കൂലിപ്പണി അല്ലാതെ. കൂലിപ്പണിയിലും എനിക്ക് ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിൽ പെയിൻറ്റിങ്ങിൽ പെയിൻറ്റർ ആവാൻ സാധിക്കുന്നില്ല, കൽപ്പണിക്ക് പോയ ഒരു മേസ്ത്രി ആവാൻ പറ്റുന്നില്ല. മീൻ വെട്ടാൻ പോയാലും ഒരു തട്ടിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് മീൻ പിടിച്ച് കസ്റ്റമറെ പിടിച്ച് വർക്ക് ചെയ്യാനുള്ള പ്രാപ്തി ആവുന്നില്ല. എന്ത് പണിക്ക് പോയാലും അത് ആവുന്നില്ല. അത് എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം അത് തന്നെയാണല്ലോ. ഇത് പണിയൊന്നും പഠിക്കരുതെന്ന് തന്നെ പറഞ്ഞാണ് നമ്മൾ പണിക്ക് നിൽക്കുന്നത്. ഒന്ന് വട്ടച്ചെലവ് കഴിയണം. ഏതെങ്കിലും പണി പഠിക്കും എന്ന് കണ്ടാൽ ഞാൻ തന്നെ സ്വയം ആ പണി ഉഴപ്പുകയും ചെയ്യും. അപ്പോൾ ഈ മീൻ കട്ടിങ് നമുക്ക് പഠിച്ച് എൻ്റെ കൈ പതുക്കെ വഴങ്ങി തുടങ്ങിയതായിരുന്നു. അപ്പോൾ അത് ശരിയാവില്ല, അത് നമ്മൾ അതായിപ്പോവും, കോംപ്രമൈസ് ചെയ്യപ്പെടും. അപ്പോൾ കുറച്ച് ഡെഡിക്കേഷൻ, അത്തരം ഡെഡിക്കേഷൻസ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഫോക്കസ് മാറാതെ നമ്മൾ കോംപ്രമൈസ് ചെയ്യപ്പെടരുത്. കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പം മതി, ഇനി അന്വേഷിച്ച് നടക്കണ്ട, ഇനിയുള്ള പണിയും ചെയ്ത് ഭാര്യനും കൊച്ചുമായിട്ടൊക്കെ ജീവിക്കാം എന്ന് കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ട വരും എന്നുള്ള അറിവുണ്ടായിരുന്നുകൊണ്ട് അത്തരം പരിപാടിയിലേക്കൊന്നും പോവാതെ ഇതിൽ തന്നെ നിന്നു എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മികച്ച നടൻ വിനായകൻ, ഭയങ്കര കയ്യടി, സന്തോഷം. രജീഷ വിജയൻ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു അവാർഡ് അനൗൺസ് ചെയ്തായിരുന്നില്ലേ, അതേ പാറ്റേണിലാണ് പറയണത്. ആ 2 സെയിം അവർ തന്ന അവാർഡ് തന്നെയാണ്. അപ്പോൾ അടുത്തത് എന്താണെന്നുള്ളത് ഇങ്ങനെ ടിക്ക് അടിച്ചുകൊണ്ടിരിക്കുക. മികച്ച സ്വഭാവ നടൻ മണികണ്ഠൻ ആർ ആചാരി. കിളി പോയി.